വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ കട്ടാടശ്ശേരി. അനുഭവത്തിൻ്റെ ആഴങ്ങളാണ് ഏറ്റവും നല്ല ജീവിത പാഠങ്ങളെന്ന് ഇടയ്ക്കിടെ പറയുമായിരുന്നു ജവഹർലാൽ നെഹ്റു. വിയോജിപ്പിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയ യാത്രകൾക്കിടയിൽ തർക്കത്തിൻ്റെയും എതിർപ്പിൻ്റെയും മൊഴികൾ ശ്രദ്ധിക്കാൻ സമയം നൽകിയിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിൽ താൻ ഇരിക്കില്ലായിരുന്നു എന്നൊരു റേഡിയോ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ആത്മസംയമനം ഒരു മനുഷ്യനിലെ നന്മകളുടെ ആകെത്തുകയാണെന്ന് എത്രയോ മാതൃകാ ജീവിതങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായിരിക്കണം സമാധാനകാംക്ഷിയായ ഒരു രാജ്യസേവകനിലെ മാനവികതയുടെ അടയാളം. യുദ്ധവും ക്ഷാമവും പലായനവും നൽകുന്ന പാഠങ്ങൾ ചില മുന്നറിയിപ്പുകൾ മാത്രമായി കാണരുത്. അനാഥത്വത്തിൻ്റെ നിലവിളികൾ ഇപ്പോഴും ശമിച്ചിട്ടില്ലാത്ത ലോകത്തിലെ പല യുദ്ധനിലങ്ങളിലും സമാധാനത്തിൻ്റെ കാറ്റുവീശുമെന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു തലമുറയുടെ ഭാഗമാണ് നമ്മളും. നമ്മുടെ കുട്ടികളുടെ ഉദ്യാനങ്ങളിൽ പൂക്കൾ വാടിയിട്ടില്ല, കലാലയങ്ങളിൽ പാട്ടു നിലച്ചിട്ടില്ല, തെരുവിൽ നിർബാധം സംസാരമുണ്ട്, ആശുപത്രികളിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വെളിച്ചം പരക്കുന്നുണ്ട്. പക്ഷേ പല ദേശങ്ങളിലും ഇരുട്ടിൽ ജീവിക്കുന്ന ഒരു ജനതയുണ്ട്. അവർക്കിപ്പോഴും ഒരു പ്രതീക്ഷയുമില്ല എന്നതാണ് സത്യം. കലഹങ്ങളും കലാപങ്ങളും നമുക്കിടയിലെ അകലങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആറ്റം ബോംബുകൾക്കും ആണവ നിലയങ്ങൾക്കും നടുവിൽ മനസ്സമാധാനം സൂക്ഷിച്ചു നിർത്താൻ വർത്തമാനകാല ജനത നന്നായി സഹിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഹിംസയുടെ കാലഘട്ടത്തിൽ നിന്നും നന്മയുടെ കാലഘട്ടങ്ങളിലേക്ക് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. സ്വന്തം ജീവിതത്തെ ലോകത്തിനു സന്ദേശമായി സംസാരിക്കുന്ന രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജീവിതയാത്രയിൽ മുഴുവനും ശ്രദ്ധിച്ചത് തനിക്കു താഴെ തീരെ സംരക്ഷണം ലഭിക്കാതെ ആരെങ്കിലും സഹിച്ചു ജീവിക്കുന്നതിനെക്കുറിച്ചു മാത്രമായിരുന്നു. മുല്ലാ നാസറുദ്ദീൻ്റെ രസകരമായൊരു കഥയാണ് ഓർമ്മയിൽ വരുന്നത്. മുല്ലാ നാസറുദ്ദീൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അതുവഴി വന്ന ഒരു ഭിക്ഷക്കാരൻ മുല്ലയെ കാണുന്നത്. ഭിക്ഷക്കാരൻ മുല്ലയോട് പറഞ്ഞു, ഈയുള്ളവന് വല്ലതും തരണം. അപ്പോൾ മുല്ല ചോദിച്ചു, നിനക്ക് പണച്ചെലവുണ്ടോ? ഭിക്ഷക്കാരൻ പറഞ്ഞു, ഉണ്ട്, ഞാൻ പുകവലിക്കുകയും മദ്യപിക്കുകയും ചീട്ടുകളിക്കുകയും ചെയ്യാറുണ്ട്. മുല്ലാ നാസറുദ്ദീൻ അയാൾക്കൊരു സ്വർണ്ണ നാണയം ഭിക്ഷയായി കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് നിന്നിരുന്ന മറ്റൊരു ഭിക്ഷക്കാരൻ മുല്ലയുടെ അടുത്ത് വരികയും തനിക്ക് വല്ലതും തരണേ എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ മുല്ല ഭിക്ഷക്കാരനോട് ചോദിച്ചു, നീ പുകവലിക്കുകയും മദ്യപിക്കുകയും ചീട്ടുകളിക്കുകയും ചെയ്യാറുണ്ടോ? ഭിക്ഷക്കാരൻ പ്രതിവചിച്ചു, ഇല്ല, അത്തരം ദുസ്വഭാവങ്ങളൊന്നും തന്നെ എനിക്കില്ല. മുല്ല തിരിച്ചു ചോദിച്ചു, നിനക്ക് ഇത്തരം ദുസ്വഭാവങ്ങളൊന്നുമില്ല അല്ലേ? ഭിക്ഷക്കാരൻ പറഞ്ഞു, ഒന്നുമില്ല. ഉടൻ മുല്ല പറഞ്ഞു, എന്നാൽ നിനക്ക് ഭിക്ഷയുമില്ല. അത് കേട്ട് അതിശയത്തോടു കൂടി ഭിക്ഷക്കാരൻ മുല്ലയോട് ചോദിച്ചു, നേരത്തെ അങ്ങേ വന്നു കണ്ട ദുസ്വഭാവിയും ധൂർത്തനുമായ അയാൾക്ക് താങ്കളൊരു സ്വർണ്ണ നാണയം ഭിക്ഷയായി നൽകി. എന്നാൽ വിശ്വാസിയും സത്യസന്ധനുമായ എനിക്ക് ഉപദേശം മാത്രം തന്നു, മറ്റൊന്നും തരുന്നില്ല. ഇത് നീതികേടല്ലേ? മുല്ല പറഞ്ഞു, അയാൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് ഭിക്ഷ കൊടുത്തത്. ലളിത ജീവിതം നയിക്കുന്ന താങ്കൾക്ക് എന്തിനാണ് പണം? ഇത് കേട്ട ഭിക്ഷക്കാരൻ മുല്ലയൊന്ന് തിരിഞ്ഞു നോക്കി നടന്നു നീങ്ങി. സമ്പത്ത് ധൂർത്തിൻ്റെയും ദുശീലങ്ങളുടെയും സന്തത സഹചാരിയായി മാറുകയാണ്. പെട്ടെന്ന് ധനികനാവാൻ എന്തു മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കാൻ നമ്മുടെ തലമുറയ്ക്ക് ഒരു മടിയുമില്ല. മാർഗതടസ്സമായി നിൽക്കുന്നത് മാതാവായാലും പിതാവായാലും അവരത് മറികടന്നിരിക്കും. ഈ ലോകത്തിൻ്റെ കാവലാകേണ്ടുന്ന തലമുറ ക്രമേണ ലോകനാശത്തിൻ്റെ വക്താക്കളായി മാറുകയും രാജ്യപുരോഗതിയിലോ രാഷ്ട്ര പുനർനിർമ്മാണത്തിലോ ശ്രദ്ധയില്ലാത്തവരായി തീരുകയും ചെയ്യുന്നു. നല്ല മാതൃകകൾ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, എല്ലാ വൈറ്റമിനുകളുടെയും അഭാവമാണ് രോഗത്തിന് കാരണമാകുന്നത്. പക്ഷേ വൈറ്റമിൻ ഐ ഇത്തിരി കൂടിപ്പോയാൽ മനുഷ്യന് എല്ലാ അസുഖങ്ങളും ഒരുമിച്ച് വരും എന്നാണ്. കാരണം വൈറ്റമിൻ ഐ എന്നാൽ ഞാൻ തന്നെയാണ്. ആ തോന്നൽ തന്നെയാണ് സർവനാശങ്ങൾക്കും കാരണമാകുന്നത്. അതിനാൽ അഹംഭാവങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്ന കാലത്തു മാത്രമേ ആത്മരക്ഷ സാധ്യമാകൂ. അതുതന്നെയാണ് ലോകരക്ഷയുടെയും മാതൃക. സുനിൽകുമാർ കട്ടാടശ്ശേരി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.